ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അംബികയോടുള്ള വർമ്മ സാറിന്റെ സെന്റിമെന്റ്സ്, അതാണ് വർമ്മ സാറിനെ കടപ്പാട് പറഞ്ഞ് തളച്ചിട്ടിരിക്കുന്നത്. അവരുടെ തടവറയില്ല വാസ്തവത്തിൽ വർമ്മ സാർ. അംബിക പറഞ്ഞ വർമ്മ സാർ എന്തും കേൾക്കും, എന്തും വിശ്വസിക്കും. അംബികയോടുള്ള വർമ്മ സാറിന്റെ അമിത സ്നേഹവും വിധേയത്വമാണ് ആ കുടുംബത്തെ തകർത്തത്. സത്യം പറഞ്ഞ വർമ്മ സാറിനും ശേഖരനും വേണ്ടി ഈ അംബിക ഒന്നും ചെയ്തിട്ടില്ല. അവരിന്നും വർമ്മ സാറിനെ ചൂഷണം ചെയ്ത് ജീവിക്കുക. വർമ്മ സാറിനും ശേഖരൻ സാറിനും ഈ അംബികയ്ക്കും ഒരൊറ്റ രക്ഷകർത്താവേ ഉണ്ടായിട്ടുള്ളൂ. അത് മഹാദേവ വർമ്മ സാറാ. അച്ഛാ, കോടികളുടെ സ്വത്തുണ്ടായിട്ടും ഒരു അനാഥയെ പോലെ അലഞ്ഞു തിരിയ പത്മാവതി എന്ന ഞങ്ങളുടെ അമ്മ. അവരെ കാണരുതെന്നൊക്കെ ഋതികയോട് വർമ്മ സാർ പറഞ്ഞ. നീ ധാർമ്മിക രോഷം കൊള്ളരുത്. ഞാൻ നിനക്കൊരു താക്കീത് തരുന്നു. അത് നിന്റെ അച്ഛന്റെ താക്കീതാ. ഇത് നീ മനസ്സിൽ സൂക്ഷിക്കണം. വർമ്മ സാറും പത്മാവതി മാഡവും തമ്മിലുള്ള പ്രശ്നത്തില് നീ ഇടപെട്ടു പോകരുത്. അത് നിനക്കും നിന്റെ ഭാര്യയ്ക്കും അപകട. നീ ചോദിക്കുമായിരിക്കും, അവരൊക്കെ ഭാര്യയുടെ മാതാപിതാക്കളല്ലേ, അവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ എനിക്ക് അവകാശമില്ലെന്നൊക്കെ. നിന്റെ ആ ചോദ്യം ശരിയാണ്. മാനസിക വശം പരിശോധിച്ചാൽ ശരിയുമാണ്. പിന്നെ എന്താ പ്രശ്നം? പ്രശ്നമുണ്ടടാ, അതല്ലേ ഞാൻ പറയണത്. അയ്യോ, എന്ത് പ്രശ്നം? ഒരമ്മയെ സാധാരണ ഒരു മകള് വെറുക്കുന്നതിന്റെ 100 ഇരട്ടി ഋതിക ആ പാവ സ്ത്രീയെ വെറുത്തിട്ടുണ്ട്. അംബിക മാഡം പറയുന്നത് പോലെ പത്മാവതി മാഡത്തിന് ആരെയും ചതിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്റെ ധാരണകളൊക്കെ ശരിയാ, ഞാനും അത് തന്നെ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു പോയാ നീ ഒറ്റപ്പെടും. വർമ്മ സാറിന്റെ ശത്രുവാവും. നിനക്കറിയാമോ, കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞവരാ ഞാനും വർമ്മ സാറും. പത്മാവതി മാഡവും സാറും തമ്മിൽ പിരിഞ്ഞപ്പോ ഈ പ്രശ്നത്തിൽ ആദ്യം ഇടപെട്ടത് ഈ ഞാനാ. പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാനും വർമ്മ സാറും തമ്മിലാകുന്നു. അദ്ദേഹത്തിന്റെ മനസ്സില് അംബിക എന്ന 8 കാലി കെട്ടിയ സംശയത്തിന്റെ മാറാല തൂത്തുകളയാൻ പറ്റില്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടത് നിന്റെയും ഋതികമോളുടെയും സമാധാനത്തോടുള്ള ജീവിത. ധർമ്മം മാത്രം നോക്കി ജീവിച്ച ധർമ്മപുത്രര് സ്വന്തം കാര്യത്തിനു വേണ്ടി കളവ് പറഞ്ഞു. പിന്നെ അല്ലേടാ നമ്മള്. നീ വിട്ടുകളയട മോനെ. വേണ്ടാത്ത കാര്യത്തിൽ പോയി തലയിട്ട ഒടുവിൽ തല തെറിച്ചു പോവും.